നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വാർത്ത തന്നെ ആദ്യം നമുക്ക് ചർച്ചയിലെടുക്കേണ്ടതുണ്ട്. സത്യാവസ്ഥ എന്താണെന്നും അറിയേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്ന അറിയണം. ഒരു മലയാളിയായിട്ടുള്ള പ്രവാസി വനിത വീട്ടുതടങ്കലിൽ പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശം നമുക്ക് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വീട്ടുതടങ്കലിലാണെന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് കുവൈറ്റിൽ ജോലിക്ക് പോയ യുവതിയുടെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജോലിയും വേതനവും ഒന്നും നൽകാതെ കുവൈറ്റിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നതായാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിനിയാണ് ഫസീല എന്ന പേരുള്ള 30 വയസ്സുകാരിയാണ് വീഡിയോയിൽ ഇത്തരം വിശേഷങ്ങളുമായി നമ്മുടേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ജിജി, കാസർഗോഡ് സ്വദേശി ഖാലിദ്, ഇടുക്കി കട്ടപ്പന സ്വദേശി ബിൻസി ഇവർ 3 പേരും ചേർന്നാണ് തന്നെ കുവൈറ്റിൽ എത്തിച്ചത് എന്നാണ് ഫസീല പറയുന്നത്. നാട്ടിൽ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് തിരുവനന്തപുരം സ്വദേശി ജിജിയെ പരിചയപ്പെടുന്നതെന്നും കുവൈറ്റിൽ ജോലി ഒഴിവുകളുണ്ട്, അതുകൊണ്ട് അവിടെ ജോലി ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നുമാണ് പറയുന്നത്. എന്നിട്ട് പണം കൊടുത്തിരുന്നു. ഈ പണം കൈപ്പറ്റി ഖാലിദിനെയും ബിൻസിയെയും പരിചയപ്പെടുത്തി എന്നാണ് പറയുന്നത്. പിന്നീട് ഇവർ കുവൈറ്റിൽ എത്തിച്ചേർന്നു. എങ്ങനെ ഇവർ കുവൈറ്റിൽ എത്തുന്നത് വരെയും ഫസീലയ്ക്ക് സംശയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുവൈറ്റിൽ എത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടരുന്നത്. വാഗ്ദാനം ചെയ്ത ജോലിയൊന്നുമല്ല അവിടെ ചെന്നപ്പോൾ ലഭിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. വാഗ്ദാനം ചെയ്ത ജോലി അല്ലാതെ മറ്റു ജോലികളിലേക്ക് പേര് നമുക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ടും ഒരേ വ്യക്തിയാണോന്ന് അറിയില്ല. മുമ്പ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതാണ് ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഖാലിദ് എന്ന പേര് മറ്റൊരു പെൺകുട്ടി, അതായത് ഈ കുഞ്ഞുമായി വിഷമിച്ച അമ്മ തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നില്ലേ, ആ ആളുടെ പേരും ഖാലിദ് എന്നായിരുന്നു. ആൾക്ക് പണം നൽകി പറഞ്ഞത്. അങ്ങനെ പണം നൽകിയതിന് പിന്നാലെയാണ്, വഞ്ചിച്ചതിന് ശേഷമാണ് ഭർത്താവിനെ നാട് കടത്തുന്നത്. പിന്നാലെയാണ് ഈ കുട്ടിയും അമ്മയും മാത്രമായി മാറുന്നത്. പിന്നീട് അമ്മയെ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിരുന്നു. ആ ഖാലിദും ഇതേ ഖാലിദും ഒന്നാണോ എന്നറിയില്ല. എങ്കിൽ പോലും ഇത്തരം തട്ടിപ്പുകളിൽ മിക്ക ചുക്കാൻ പിടിക്കുന്നതും മലയാളികൾ തന്നെയാണ്, മലയാളികൾക്ക് പാരയായിട്ട് വരുന്നത്. എന്തായാലും ഇവിടെ ജോലി തേടി പോയി, ജോലി കിട്ടിയില്ല. ആദ്യം ഖാലിദിന്റെ വീട്ടിലും തുടർന്ന് ചില കുവൈറ്റ് സ്വദേശികളുടെ വീട്ടിലുമാണ് എത്തിച്ചത്. ഭക്ഷണവും വിശ്രമവും ഒന്നും ഇല്ലാതെ ജോലി എടുപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് അവർക്ക് ഇത്രയധികം നിരന്തരമായി ജോലി ചെയ്തതിന്റെ ഫലമായിട്ട് രോഗമുണ്ടായപ്പോൾ ചികിത്സ പോലും നൽകിയില്ല എന്ന് പറയുന്നു. ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ വിസമ്മതിച്ചതോടെ വീട്ടുതടങ്കലിലാക്കിയെന്നാണ് ഫസീല പറയുന്നത്. അപ്പോൾ ഇതിനിടെയാണ് എംബസിയുമായി ബന്ധപ്പെട്ടത്. എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ കുവൈറ്റിലെ നിയമം അനുസരിച്ച് എംബസിയിൽ എത്തിയാൽ രക്ഷിക്കാമെന്നല്ലാതെ ജോലി സ്ഥലത്തെത്തി രക്ഷിക്കാനാവില്ല എന്ന് അറിയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഓരോ രാജ്യത്തെയും ഓരോ നിയമം ഉണ്ടല്ലോ. അപ്പോ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് എംബസിയിൽ എത്തണം. അപ്പൊ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നതായി അറിഞ്ഞപ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്നും മരിച്ചാൽ അതിൽ ഉത്തരവാദികൾ ജിജിയും ഖാലിദും ബിൻസിയുമാണെന്നും ഫസീല കരഞ്ഞുകൊണ്ട് കണ്ണൂർ സ്വദേശിയായ ഭർത്താവിന് അയച്ച വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കുവൈറ്റിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്താണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും അവിടെ എത്തിച്ച് ലക്ഷങ്ങൾ വില പറഞ്ഞ് സ്വദേശികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നതെന്നും ഫസീല പറയുന്നു. ഗദ്ദാമ പോലെ അങ്ങനെയുള്ള അത് ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും അറബികൾ ഇവരെ വിലക്ക് വാങ്ങുന്ന സമ്പ്രദായമുണ്ട്. അവര് അത് അടിമകളായിട്ടാണ് വാങ്ങുന്നത്. നമ്മൾ മറ്റേ സിനിമകളിലെല്ലാം കണ്ട പോലെ തന്നെ യഥാർത്ഥ സ്റ്റോറിയാണ്. അപ്പൊ കാരണം അങ്ങനെ ഗദ്ദാമകളായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത്ര, അവർക്ക് പിന്നെ പൈസയൊന്നും കൊടുക്കേണ്ട, അടിമകളായി ജോലി ചെയ്യിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ വിലക്ക് നമ്മള് പോത്തിനെയും ഒക്കെ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുന്നത് പോലെ ഇവരെ മറ്റു ആൾക്കാർക്ക് വിൽക്കാറുണ്ട് എന്നും പറയുന്നു. പിന്നെ അവരുടെ അടിമയായിട്ട് ജോലി ചെയ്യേണ്ടി വരും. എന്തായാലും നോർക്ക റൂട്ട്സ് വഴി ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതായത് പ്രധാനമായും നമ്മൾ ചർച്ചയിലേക്ക് എടുക്കേണ്ടതുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരുപാട് ഒന്നും വന്നില്ലെങ്കിലും ഒരൊറ്റ മാധ്യമത്തിൽ മാത്രമാണ് ഇത് കാണാൻ സാധിച്ചത്. ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഭർത്താവിനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ സന്ദേശം എത്തിയിരിക്കുന്നത്. കൃത്യമായ നോർക്ക റൂട്ട്സ് അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വീട്ടുതടങ്കലിൽപ്പെട്ട ഒരാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട് എംബസിയിലേക്ക് എങ്ങനെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പൊ ആരെങ്കിലും ഒരാൾ രക്ഷിക്കാൻ ഉണ്ടായെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പട്ടാമ്പിയിൽ നിന്ന് പോയിട്ടുള്ള ഒരു സ്ത്രീക്ക് കുവൈറ്റ് പോലുള്ള ഒരു അന്യ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഭാഷ അറിയില്ല, അവക പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അവിടെ രക്ഷപ്പെട്ട് എംബസിയിലേക്ക് എത്തുക എന്നുള്ളത്
അത് എളുപ്പമല്ല. നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. എന്തായാലും തീർച്ചയായിട്ടും കൃത്യമായി തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നടപടി വേണം, നടപടി സ്വീകരിച്ചേ മതിയാകുള്ളൂ. കൂടുതൽ വിശദാംശം നമുക്ക് വരും ദിവസം അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഈ പറയുന്ന യുവതിയുടെ ഭർത്താവുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കേൾക്കുന്ന പ്രവാസികൾ നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അത്തരം സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ അറിയിക്കുക. കഴിയുന്നത്ര വിധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. മറ്റൊരു വാർത്തയും കുവൈറ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതും വളരെ വേദനാജനകമായ ഒരു ദുരന്ത വാർത്തയാണ്. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാനയാത്രക്കിടെ മലയാള യുവാവ് അന്തരിച്ചു. ഫോർട്ട് കൊച്ചി പള്ളുരുത്തി ബിന്നി കമ്പനി റോഡ് അറക്കൽ വീട്ടിൽ അനൂപ് ബെന്നി എന്ന 32 വയസ്സുകാരനാണ് അന്തരിച്ചത്. ഹൃദയ സംബന്ധമായ രോഗമുണ്ടായിരുന്ന അനൂപിന് കുവൈത്തിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. തുടർന്ന് സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തി പിന്നാലെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അതായത് സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധന നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഹൃദയമിടിപ്പിൽ ഒരു വ്യത്യാസത തോന്നിയിരുന്നു. ഒരു വ്യത്യാസം തോന്നിയപ്പോൾ തന്നെ നാട്ടിലേക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും നാട്ടിലേക്ക് വൈകിട്ടത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു യാത്രാ മധ്യയാണ് അദ്ദേഹം മരിക്കുന്നത്. മൃതദേഹം മുംബൈയിലാണ് ഉണ്ടായിരുന്നത്. 8 വർഷമായിട്ട് അദ്ദേഹം കുവൈത്തിൽ ഉണ്ടായിരുന്നു. അനൂപ് ഇപ്പോൾ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. 6 മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞത് എന്നുള്ള ഒരു വളരെ വേദനാജനകമായ വാർത്തയുണ്ട്. ആൻസി സാമുലാണ് ഭാര്യ. കുവൈത്ത് സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക അംഗം കൂടിയാണ് അനൂപ്. സംസ്കാരം പിന്നീട് ഫോർട്ട് കൊച്ചി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിലാണ് നടക്കുന്നത്. 32 വയസ്സ് മാത്രമാണ് പ്രായം. 6 മാസം മുൻപാണ് വിവാഹം കഴിഞ്ഞ് തിരികെ നാട്ടിൽ നിന്നും ഇപ്പൊ കുവൈറ്റിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഹൃദയമിടിപ്പും അതുപോലെ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട് നിരവധി മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം അദ്ദേഹം ഒരു ഹൃദയമിടിപ്പിൽ ഒരു വ്യത്യാസത ഉള്ളപ്പോൾ തന്നെ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. അടുത്ത വാർത്ത, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് പഹൽഗാമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേദനയിലും വിഷമത്തിലും അതിന്റെ ദേഷ്യത്തിലുമാണ് എല്ലാവരും ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാരും, പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ശരിക്കും രോഷം കൊണ്ടാണ് ഇരിക്കുന്നത്. പാകിസ്ഥാൻ ചെയ്ത വൃത്തികേടിന് എങ്ങനെയാണ് പകരം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യ പകരം ചോദിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ ഇന്ത്യയുടെ നീക്കം എന്നുള്ള വാർത്തയാണ് വരുന്നത്. MP-മാരുടെ സംഘത്തെ UAE, സൗദി തുടങ്ങിയ അറബ് രാജ്യങ്ങളിലേക്ക് അയക്കും. ശശി തരൂർ, അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയ MP-മാർ ഉൾപ്പെടുന്ന സംഘത്തെയാണ് പരിഗണിക്കുന്നത്. പാകിസ്ഥാന്റെ തീവ്രവാദ നിലപാട് തുറന്നു കാട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. നയതന്ത്ര തലത്തിലെ തുടർ നീക്കങ്ങളുടെ ഭാഗമായാണ് ഗൾഫ് രാജ്യങ്ങളോട് ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനും പാക് പങ്ക് തുറന്നു കാണിക്കാനും ആലോചനകൾ നടക്കുന്നത്. പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി കൂടിയുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പിന്തുണ പ്രഖ്യാപിച്ചതിലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതൃപ്തിയുള്ളത്. ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ചൈനയുടേത് എന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണം എന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത്. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നും ആയുധങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഇന്ത്യ കൃത്യമായ മറുപടി നൽകും. പാകിസ്ഥാൻ പൗരന്മാരുടെ അടക്കം വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തുന്നുണ്ട്. സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ടിരുന്നു. എന്തായാലും അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള സഹായവും സഹകരണവും ഇന്ത്യ ഇപ്പോൾ തേടുകയാണ്. സൗദി, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരുടെ കൂടി സഹായത്തോടെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റക്കെട്ടായി മറ്റു രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും തന്നെ ഒന്നിച്ചു നിൽക്കുന്നതിനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല പ്രവാസ ലോകത്ത് പലയിടത്തും പ്രവാസികളുടെ അടക്കം ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളുടെ ഒക്കെ തന്നെ രൂക്ഷമായ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത കൂടി കണ്ടിരുന്നു. നിരവധി ചിത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും മറ്റൊരു ദുരന്ത വാർത്തയിലേക്ക് പോവുകയാണ്. മലയാളികളുടെ മരണം, പ്രവാസികളുടെ മരണം അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ചില വാർത്തകളുണ്ട്, നമുക്ക് നോക്കാം.
ആലുവ തൈക്കാട്ടുകരയിൽ സ്വദേശി ദാറു സലാമി അനസ് എന്ന് പറയുന്ന 43 വയസ്സുള്ള ഒരു ആൾ അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. ഷാർജയിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയിൽ IT ടെക്നീഷ്യൻ ആയിരുന്നു. വലിയ പറമ്പിൽ അബ്ദുൾ അസീസിന്റെയും പരേതയായ നഫീസത്തുൽ മിസ്രിയയുടെയും മകനാണ്. ഭാര്യ അസ്ന മുഹമ്മദ് ആണ് ഭാര്യ. മക്കൾ ഹംദ, ഹമദ് എന്നിവർ മക്കളാണ്. സഹോദരങ്ങൾ ആസിഫ്, അസീസ്, തഹസീൻ എന്നിവർ സഹോദരങ്ങളാണ്. 43 വയസ്സുകാരനായ ഇദ്ദേഹം മരണമടഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഷട്ടിൽ കളിക്കുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം തിരുമല സ്വദേശി ഗിരീഷ് TA 51 മരിച്ചത്. ഇന്ന് രാത്രി ജുഫയർ ക്ലബിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിലാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്നാണ് കുഴഞ്ഞു വീണ് അദ്ദേഹം മരിച്ചത്. ആരോഗ്യ വിദഗ്ധർ സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇൻവെസ്റ്റ് കോർപ്പ് ബാങ്കിൽ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഭാര്യ ഷീജ, മക്കൾ ഗ്രീഷ്മ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഗൗരിയും വിദ്യാർത്ഥിനിയാണ്. ബഹ്റൈനിൽ തന്നെയാണ് വിദ്യാർത്ഥിയായിട്ടുള്ളത്. സൽമാനിയ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണ്. എന്തായാലും നിരവധി വാർത്തകളുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം നമ്മൾ കണ്ടത് തന്നെയാണ് കുവൈത്തിലെ വീട്ടുതടങ്കിൽ ആക്കപ്പെട്ട മലയാളി യുവതി. സത്യത്തിൽ ഇതിന് രണ്ട് വശമുണ്ട്. ഏതൊരു വാർത്ത വരുമ്പോൾ രണ്ട് വശമുണ്ട്. സത്യസന്ധമായിട്ടുള്ള വാർത്ത തന്നെയാണോ അല്ലയോ എന്നുള്ളത് അതിന്റെ പിന്നാലെ തന്നെയാണ് ഞങ്ങളും. സത്യസന്ധമായ വാർത്തയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നോർക്ക റൂട്ട്സ് അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ട്. ഈ പ്രവാസിയുടെ ഈ വനിതയുടെ യുവതിയുടെ മോചനം എത്രയും പെട്ടെന്ന് സാധിക്കേണ്ടതുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു വാർത്ത ഉടനെ കേൾക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം മറ്റു നിരവധി വാർത്തകളുമായി നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.